വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 102-ാമത്തെ വചനത്തിൽ അല്ലാഹു സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്, നിങ്ങൾ തഖ്വ പാലിക്കണം, പാലിക്കേണ്ട വിധം പാലിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് അല്ലാഹു ആവശ്യപ്പെടുന്നു വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട്. ഈ ആയത്ത് കേൾക്കുമ്പോൾ, ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടോ? ഞാൻ മുസ്ലിം ആയിട്ടല്ലാതെ മരിച്ചു പോകുമോ? നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതും ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആശങ്ക ഇല്ലാത്തതിൻ്റെ കാരണം, മുസ്ലിമാവുക എന്ന് പറഞ്ഞത് ഏത് ഉദ്ദേശത്തിലാണ് എന്ന് നമുക്ക് വേണ്ടത്ര അളവിൽ തിരിഞ്ഞിട്ടില്ല എന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം ആവുക എന്ന് പറയുന്നതിൻ്റെ ക്രൈറ്റീരിയ വിശുദ്ധ ഖുർആൻ വച്ചിട്ടുള്ള ക്രൈറ്റീരിയ അല്ല. വിശുദ്ധ ഖുർആൻ വച്ച ക്രൈറ്റീരിയ അല്ലെങ്കിൽ പാരാമീറ്റർ അല്ല നമ്മൾ മുസ്ലിം ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ, ഒരാൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാൽ അയാൾ മുസ്ലിമാണ്. നമുക്കൊരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരാൾ മുസ്ലിമായി, ഇസ്ലാമിൽ പ്രവേശിച്ചു. അവൻ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും മറ്റേത് മതസ്ഥനാണെങ്കിലും അവനൊരു വാചകം ചൊല്ലിയാൽ അവൻ മുസ്ലിമായി. ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള മുസ്ലിം ആവുക എന്ന് പറയുന്നത്.